ഹായ് വെൽക്കം. നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് മാർജിനൽ കോസ്റ്റിലെ ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഡിസ്കസ് ചെയ്തത് കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് അനാലിസിസ്. അതിലെ രണ്ട് ടെക്നിക്ക് ഉണ്ടായിരുന്നു. ഒന്ന് PV റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട്, മറ്റൊന്ന് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഇത് നമ്മൾ കൺക്ലൂഡ് ചെയ്തു. ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രേക്ക് ഈവൻ അനാലിസിസായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ്സ് എ പോയിന്റ് അറ്റ് വിച്ച് ദർ ഈസ് നോ പ്രോഫിറ്റ് ഓർ ലോസ്. ലോസും പ്രോഫിറ്റും ഇല്ലാത്ത ഏരിയയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ബ്രേക്ക് ഈവൻ സെയിൽസ് 1000 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1000 രൂപയ്ക്ക് വിറ്റാൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവില്ല, നഷ്ടം ഉണ്ടാവില്ല എന്നർത്ഥം. ഓക്കെ, സോ നമുക്ക് ബ്രേക്ക് ഈവൻ അനാലിസിസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു എക്സാമ്പിൾ എഴുതാം, എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള കണക്കുകളൊന്ന് ചെയ്യാം. ഓക്കെ, യെസ്, ക്വസ്റ്റ്യൻ നോക്കുക. ഫിക്സഡ് കോസ്റ്റ് ₹1000, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ₹10, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ₹5. കണ്ടുപിടിക്കേണ്ടത് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ്. ബ്രേക്ക് ഈവൻ സെയിൽസ് എത്രയെന്നുള്ളത്. ദെൻ യൂണിറ്റ്സ് ഓഫ് സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 300. 300 രൂപ പ്രോഫിറ്റ് കിട്ടാൻ എത്ര യൂണിറ്റ് സെയിൽ ചെയ്യണം. അതുപോലെ തന്നെ സെയിം ആണ് എമൗണ്ട് ഓഫ് സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹300. അത് സെയിൽസിലേക്ക് മാറ്റുകയാണെങ്കിൽ യൂണിറ്റിന് പകരം എമൗണ്ട് ആക്കിയാൽ എമൗണ്ട് ഓഫ് സെയിൽ എത്ര വേണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കത് ചെയ്ത് നോക്കാം. ബ്രേക്ക് ഈവൻ അനാലിസിസ് വെച്ചിട്ടുള്ളതാണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് എത്രയാണ് ഒന്നാമത്തെ. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് കാണാൻ ഇക്വേഷൻ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു, നമ്മൾ സാധാ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ PV റേഷ്യോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഇതൊന്ന് ബ്രേക്ക് ഈവൻ പോയിന്റ് പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കണക്കിൽ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് ഉപയോഗിക്കാം. ഇങ്ങനെ വെച്ചാൽ എന്ത് ചെയ്യും, കണക്ക് കിട്ടും. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1000 ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് തന്നിട്ടില്ല, പക്ഷേ കോൺട്രിബ്യൂഷൻ നമുക്കറിയാം. സെയിൽസും തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റും തന്നിട്ടുണ്ട്, രണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സെല്ലിംഗ് പ്രൈസ് 10 മൈനസ് വേരിയബിൾ കോസ്റ്റ് 5. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തെഴുതാം, 5 എന്ന് എഴുതാം അല്ലേ. സോ 1000 ഡിവൈഡ് ബൈ 5 200 യൂണിറ്റ്സ്. 200 യൂണിറ്റ് സെയിൽ ചെയ്താൽ 200 യൂണിറ്റ് സെയിൽ ചെയ്താൽ നമുക്ക് എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ് ആകും എന്നാണ് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. പ്രൂവ് സെയിൽസ് 200 യൂണിറ്റ് സെയിൽ ചെയ്താൽ എന്നല്ല പറഞ്ഞത്. അപ്പോൾ 200 ആണ്, 200 യൂണിറ്റ് ആണ്. അതിനെ എമൗണ്ടിലേക്ക് ആക്കാം, പണിയൊന്നുമില്ല. എമൗണ്ടിലേക്ക് ആക്കാൻ നേരിട്ട് ഇവിടെ മൾട്ടിപ്പിൾ ചെയ്താൽ മതി, 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ലെസ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് ഇവിടെ 5 പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നും ചെയ്യേണ്ട, അത് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഒരിക്കലും മാറില്ല, വേരിയബിൾ കോസ്റ്റാണ് മാറുന്നത്, കോസ്റ്റ് പെർ യൂണിറ്റ് മാറില്ല. ഓക്കെ, സോ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയായിരുന്നു, 5. അങ്ങനെയാണെങ്കിൽ 200 × 5 എത്ര ഉണ്ടാവും, 5 1000.
സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ 1000. ദെൻ അതിന് ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 1000. സോ ദർ ഈസ് നോ പ്രോഫിറ്റ്. സോ അതാണ് ഇവിടെ പറഞ്ഞത്. 200 യൂണിറ്റിന് സെയിൽ ചെയ്താൽ നമുക്ക് ലാഭവും നഷ്ടം ഉണ്ടാവില്ല. ലാഭമില്ല, നഷ്ടമില്ല. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് പ്രൂവ് ചെയ്യും. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ദെൻ നെക്സ്റ്റ് ബ്രേക്ക് ഈവൻ സെയിൽസ് എത്രയാണ്? ബ്രേക്ക് ഈവൻ സെയിൽസ് കാണാൻ വളരെ സിമ്പിളാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ഈവൻ സെയിൽസ് എത്രയാണ്? ഇത് ഇട്ടപ്പോഴാണ് ഇവിടെ ഇങ്ങനെ വന്നത് അല്ലേ? അപ്പോൾ ബ്രേക്ക് ഈവൻ സെയിൽസ് ഈസ് ഈക്വൽ ടു ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. ഓക്കെ, ബ്രേക്ക് ഈവൻ പോയിന്റ് നമുക്കറിയാം യൂണിറ്റുകൾ എത്രയാണ്? 200 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 10. ഇതിന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി പ്രൂവ്ഡ്. ഓക്കെ, ദെൻ യൂണിറ്റ്സ് ഓഫ് സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 300. 300 രൂപ പ്രോഫിറ്റ് കിട്ടാൻ എത്ര യൂണിറ്റ് സെയിൽ ചെയ്യണം? നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ ആയിരുന്നു PV റേഷ്യോയിൽ അല്ലേ? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഇവിടെ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് വെച്ചാലും കിട്ടും. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഫിക്സഡ് കോസ്റ്റ് യെസ് 1000 പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് നമുക്ക് വേണ്ടത് 300 ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു 5. സോ 1300 ഡിവൈഡ് ബൈ 5 260 യൂണിറ്റ്സ്. അപ്പോൾ 260 യൂണിറ്റ് നിങ്ങൾ വിറ്റാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 300 രൂപ പ്രോഫിറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. ആണെങ്കിൽ നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. സെല്ലിംഗ് പ്രൈസ് 260 യൂണിറ്റാണ്. 260 ഇൻറ്റു 10 കൊടുക്കണം, കാരണം ഇവിടെ സെല്ലിംഗ് പ്രൈസ് 10 ഉണ്ട്. എമൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 2600 ലെസ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് സുഖമാണ്. 260 ഇൻറ്റു 5 പകുതി ഉണ്ടാവും 1300. ദെൻ 1300 എന്തുണ്ടാവും? കോൺട്രിബ്യൂഷൻ. ദെൻ അതിന്ന് ഫിക്സഡ് കോസ്റ്റ് 1000 ആണെന്നുള്ളത് നമുക്ക് അറിയാം. സോ പ്രോഫിറ്റ്. ഓക്കെ, 300 രൂപ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ നമുക്ക് എത്രയ്ക്ക് വിൽക്കണം? 260 യൂണിറ്റ്സ് വിറ്റാൽ മതി. ഇനി അടുത്തത് എമൗണ്ട് ഓഫ് സെയിൽസ്. എത്ര എമൗണ്ട് സെയിൽ ഉള്ളത്? അപ്പോൾ യൂണിറ്റാണ് പറഞ്ഞത്, 260 യൂണിറ്റ്. ഒന്നുമില്ല, 260 ഇൻറ്റു 10 അപ്പോൾ 2600 അല്ലേ? അത്രേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് എത്രയാണോ ഈ ഒരു എമൗണ്ട് കിട്ടിയിട്ടുള്ളത് അതിനെ സെല്ലിംഗ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കണമെങ്കിൽ പണിയൊന്നുമില്ല. ഇതാണ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്നിട്ടാൽ മതി, വേറെ ഒന്നുമില്ല. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വേറെ ഒന്നുകൊണ്ട് നോക്കാം. എമൗണ്ട് ഓഫ് സെയിൽ റിക്വയർഡ് ടു 500 ആണ്. 500 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാൻ നിങ്ങൾ എത്ര എമൗണ്ട് സെയിൽ ചെയ്യണതാണ്? എമൗണ്ട് ഓഫ് സെയിൽ കേട്ടോ, എത്ര സെയിൽ നടത്തണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം?
ഇതേ ഒരു ഇക്വേഷനിൽ എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്യാം. ഇവിടെ 300 പകരം എത്ര കൊടുക്കുക, 500 കൊടുക്കുക. അപ്പോൾ 500 ആക്കി. അപ്പോൾ 1500 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എത്ര ഉണ്ടാവും, 3515. 300 യൂണിറ്റ് സെയിൽ ചെയ്യണം. എത്ര കിട്ടണമെങ്കിൽ, 500 രൂപ കിട്ടണമെങ്കിൽ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഇവിടെ 260 പകരം 300 ആക്കി. അപ്പോൾ 10 വെച്ചിട്ട് 3000 ആയി. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 300 × 5 1500. സോ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1500. അതിൽ നിന്ന് 1000 പോയി, ബാക്കി 500. ഓക്കെ, ഇങ്ങനെ ഏത് ഫിഗർ തന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ബ്രേക്ക് ഈവൻ അനാലിസിസായിട്ട് ബന്ധപ്പെട്ട് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്നുള്ള വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും